ഡാമർ അങ്ങനെ ജയിലിലായി. ജയിലിൽ കിടക്കുന്ന ഡാമറിന് ഫാൻസിന്റെ കത്തൊക്കെ വരാൻ തുടങ്ങും. യെസ്, ഫാൻസ്. ഡാമറിന് ഫാൻസ് വരെയായി. അതിൽ തന്നെ ആലീസ് എന്ന് പേരുള്ള ഒരു മന്ദബുദ്ധിക്ക് ഡാമറിനെ ഭയങ്കര ഇഷ്ടം. അവൾ ഡാമറിന് പൈസയൊക്കെ അയച്ചു കൊടുക്കും. ഡാമറിന്റെ കഥ വെച്ച് കോമിക്സുകൾ ഇറങ്ങും. അവന്റെ ഹാലോവിൻ കോസ്റ്റ്യൂംസ്. അല്ലെങ്കിലും തെറ്റ് ചെയ്തവരെന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടും. അത് മനുഷ്യന്റെ വല്ലാത്തൊരു മനോവികാരം തന്നെ. ഡാമറിനാണെങ്കിൽ പുറത്ത് ഫാൻസ് ഒക്കെ ഉണ്ടെന്നറിഞ്ഞതിൽ പിന്നെ ഭയങ്കര അഹങ്കാരമാവും. ജയിലിൽ ബാക്കി ഇൻമേറ്റ്സിന്റെ മുന്നിലൊക്കെ മുട്ടൻ ഷോ. ഇവിടെ ഡാമറിന്റെ അപ്പാർട്ട്മെന്റിൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ താമസിച്ചിരുന്ന എല്ലാവർക്കും പോലീസ് ബിൽഡിംഗ് വീണ്ടും തുറന്നു കൊടുക്കും. അങ്ങനെ ഗ്ലെൻഡയും തിരിച്ച് അങ്ങോട്ടേക്ക് വരും. ഡാമറിന് വീണ്ടും ഫാൻ മെയിൽസും പൈസയും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അവൻ ആ പൈസ കൊണ്ട് അവിടുത്തെ പോലീസുകാരെ വെച്ച് അവന് വേണ്ടതൊക്കെ വാങ്ങിപ്പിക്കും. ഇവിടെ ഡാമറിന്റെ അച്ഛനാണെങ്കിൽ ഡാമറിന്റെ അച്ഛൻ എന്ന നിലയിൽ പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നും ഡാമറിന്റെ സ്റ്റോറി ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യും. പക്ഷേ വിക്ടിംസിന്റെ ഫാമിലി എല്ലാവരും കൂടി ചേർന്ന് ആ ബുക്കിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും, ഇനി അവർ എന്തെങ്കിലും പെയ്ഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പ്രോഫിറ്റും, ഇനി ആരെങ്കിലും ഡാമറിന്റെ സ്റ്റോറി വെച്ച് ഒരു മൂവി ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് റൈറ്റ്സും കേസ് പറഞ്ഞു വാങ്ങും. ഗ്ലെൻഡയ്ക്ക് ആ വർഷത്തെ സിറ്റിസൺസ് മെറിറ്റ് അവാർഡ് പോലീസ് ചീഫ് കൊടുക്കും.